ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. യെസ്, ഒരുപാട് നാളായി നമ്മൾ ഫുഡ് വ്ളോഗ് ചെയ്തിട്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നില്ല. അബുദാബിയിലുള്ള വിജയമ്മയാണ് ഇത് ചെയ്ത് എനിക്ക് അയച്ചു തന്നത്. ഇതിന് വേണ്ട ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഞാൻ എന്താ പറയാൻ പോവാണ്. നല്ല പഴുത്ത മാങ്ങ, അതിനിങ്ങനെ തൊലി ഉരിച്ച് ഇങ്ങനെ നല്ലൊരു ചട്ടിയിൽ, മൺചട്ടിയിൽ ഇങ്ങോട്ട് വെക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് ഇങ്ങനെ തിളപ്പിക്കുക. നല്ല കട്ടി തൈര് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ തേങ്ങയെ നല്ല രീതിയിൽ ചിരുകി ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ കൂടെ അങ്ങ് ഇടുക. ഓക്കെ, അതിനുശേഷം ഈ കട്ടിത്തൈര്, ബീറ്റ് ചെയ്ത കട്ടിത്തൈര് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ കിട്ടും. അതിനുശേഷം അടുത്ത് തന്നെ ഒരു ചട്ടി വയ്ക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മുളക് പൊടി എടുത്ത് കടുക് ഇട്ട് താളിച്ചിട്ട് ഇങ്ങോട്ടങ്ങ് ഒഴിക്കുക. ഒഴിക്കുമ്പോഴുണ്ടല്ലോ വേറെ ലെവൽ, വേറെ വൈബ്, വേറെ മൂഡാക്കി നമുക്കിങ്ങോട്ട് ഇങ്ങനെ കിട്ടും കേട്ടല്ലോ. ഇത് കാണുമ്പോഴെന്നെ കൊതിയാവുന്നു. ഞാനിതുപോലെ ടെസ്റ്റ് ചെയ്യാം, നിങ്ങളും ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചോറ്, കപ്പ, അതിൻ്റെ കൂടെ നല്ല മാങ്ങ പുളിശ്ശേരി, അതിൻ്റെ കൂടെ നമ്മുടെ ചാള മീൻ കറിയും ചാള ഫ്രൈയും. വേറെ എന്താ മോനെ വേണ്ടത്? സ്വർഗം മാമ, സ്വർഗം. So anyhow, thanks to Vijay Mama from Abu Dhabi. Thank you very much. You did a wonderful job. ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഗൈസ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു. ഹാവ് എ ബ്ലസ്ഡ് ഡേ.